സോ എഴുതി നമ്മളൊരു പാറ്റേണിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു എക്സാം ഹാളിൽ ഇരുന്ന് ആ ഒരു നീറ്റായിട്ട് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഫ്ലാഷ് ഓഫ് ഐഡിയാസ് ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് കണക്ക് പോയിക്കൊണ്ടേ ഇരിക്കുക, അല്ലാതെ അതൊരു കറക്റ്റ് ഒരു ഓർഡറിലല്ല പോകുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സോ നമ്മൾ എൻട്രി ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റുമായിട്ട് ഒരു ജേർണി തുടങ്ങിയിട്ട് കുറേ നാൾ പിന്നിടുന്നു. യൂട്യൂബിലായാലും ഇന്നാപ്പിലായാലും നിങ്ങൾക്കറിയാം, നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്ത കാലം തൊട്ടേ തന്നെ ഈ എക്സാമിനെ പറ്റിയും ഇതിൻ്റെ പല പാറ്റേണിനെ പറ്റിയും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമുക്ക് മനസ്സിലായ കാര്യം, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ ഒരു പ്രോപ്പർ സ്ട്രക്ചറിലോട്ടൊക്കെ പരീക്ഷയുടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. 3 essays ചോദിക്കും. അതിൽ 2 essays നമ്മൾ നിർബന്ധമായിട്ടും എഴുതണം. 15 മാർക്ക് വെച്ച് 2 essay എന്ന് പറയുമ്പോൾ തന്നെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ 60 മാർക്കിൽ 30 മാർക്കായി. നമ്മളിപ്പോൾ ഡിസ്ക്രിപ്റ്റീവിനെ പറ്റിയാണ് കൂടുതലും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. സോ 60 മാർക്കിൽ 30 മാർക്ക് essays തന്നെ ആയി. പിന്നെ 10 മാർക്കിൻ്റെ ഒരു പ്രിസിയും 20 മാർക്കിൻ്റെ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷനും ആണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഒന്നുകൂടെ പറയാം, 2 essays 3 essays തരും. അതിൽ 2 എണ്ണം നമ്മൾ എഴുതണം. 15 മാർക്കിൻ്റെ 2 essays കൂടെ ചേർന്ന് 30 മാർക്കിൻ്റെ essay. ദെൻ ഒരു പ്രിസി 10 മാർക്ക്, 20 മാർക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ. സോ ഇത്തരത്തിലാണ് നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് പോകുന്നത് എസ്സേക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല താനും. ഇനി എസ്സേ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എഡിറ്റോറിയൽസ് ഇടയ്ക്ക് വെച്ച് നമ്മൾ 3-4 എഡിറ്റോറിയൽസ് ചേർത്തൊരു വീഡിയോ തരുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെ നോട്ട് മേക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ക്ലാസ്സുകൾ സെപ്പറേറ്റ് എടുക്കുന്നു. അത് യൂട്യൂബിലേക്കായാലും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അത്തരം വീഡിയോസൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. കാരണം പരീക്ഷ നമുക്കൊരു സെപ്റ്റംബറിനോട് തന്നെ അടുപ്പിച്ചുള്ള മാസങ്ങൾ, ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എക്സാം. അത് തന്നെ സോ ആ ഒരു സമയത്തിനിടയ്ക്ക് നിങ്ങൾക്ക് സ്വയം ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഒരുപാട് സാഹചര്യങ്ങളും അതിനുള്ള അവസരങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞു പരാതികൾ വരെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനെല്ലാം പറ്റുന്ന വിധം നമ്മൾ മോൾഡ് ചെയ്താണ് കോഴ്സിൻ്റെ ഒരു ഡിസൈൻ പോകുന്നത് തന്നെ. അപ്പം ഇനിയും എൻട്രിയുടെ കോഴ്സിന് ചേർന്നിട്ടില്ലാത്തവരോട് ഈ മെയ് 27-ന് നമ്മുടെ പുതിയ ബാച്ച്, ഏറ്റവും കൂടുതൽ ബാച്ചുകൾ നമ്മൾ നടത്തി കഴിഞ്ഞു. അപ്പം 27-ാം തീയതി നമ്മുടെ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ വേണ്ടിയുള്ള എൻട്രിയുടെ പ്രിപ്പറേഷനിലുള്ള ലാസ്റ്റ് ബാച്ച് കൂടിയായിരിക്കും മെയ് 27-ൻ്റെ ബാച്ച്. സോ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് അപ്ലൈ ചെയ്തവർ, ഈ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവർ, ഇനിയും കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാത്തവർ ഈ ബാച്ചിന് നിർബന്ധമായിട്ടും എൻറോൾ ചെയ്യുക. കാരണം നമ്മൾ സമസ്ത ആ പരീക്ഷയുടെ എല്ലാ മേഖലകളിലും തൊട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായി കഴിഞ്ഞു. മെയ് 27-ന് രഞ്ജിത്ത് സാർ നയിക്കുന്ന ഈ ബാച്ച് ആയിരിക്കും എൻട്രിയുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ലാസ്റ്റ് ബാച്ച്, പ്രോബബ്ലി ലാസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത്. സോ നിങ്ങൾ അതിൻ്റെ ഭാഗമാവുക, പഠിക്കുക. ഇനി ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ്. ആദ്യം തൊട്ടേ എസ്സേയിൽ കുറേ ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു തരുന്നു. ആ ടോപ്പിക്സിൽ മോഡൽ എസ്സേസ് തരുന്നു. ശേഷം നിങ്ങളെ കൊണ്ട് കുറച്ച് എസ്സേസ് എഴുതിപ്പിക്കുന്നു. കാര്യം എത്ര മിടുക്കരായാലും ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് ടേക്ക് ദി പെൻ ആൻഡ് പേപ്പർ. നിങ്ങൾ പേനയും പെൻസിലും എടുത്ത് എഴുതി നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്താൽ മാത്രം, ഇപ്പം നമുക്ക് മേ ബി ഒരു ടോപ്പിക്കിനെ പറ്റി ഒരുപാട് നല്ല ഐഡിയാസ് മനസ്സിൽ കാണും. ഇപ്പം നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് AI. നമ്മൾ വളരെയധികം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ്. AI പറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ എഴുതും? ആദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടേമിനെ പറ്റി, അത് ഈ ലോകത്ത് നടത്തിയ ഒരു വലിയ കടന്നുവരവിനെ പറ്റി, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതിനെ പറ്റി, എന്തൊക്കെയാണ് അതിൻ്റെ ആ ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. പിന്നീട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ടോട്ടൽ 150 വേർഡ്സിലായതുകൊണ്ട് തന്നെ വേർഡ് ലിമിറ്റ് നന്നായിട്ട് പിടിച്ച് നമ്മൾ എസ്സേസ് എഴുതാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. സോ ഒരു 10, 30, 35 വേർഡ്സ് അല്ലെങ്കിൽ 40 വേർഡ്സിനകത്ത് നിൽക്കുന്ന ഒരു 40 വേർഡ്സ് ഒന്നും വേണ്ട, കുറച്ചൊരു കുഞ്ഞ് പാരഗ്രാഫിലെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഈ AI എന്ന് പറയുന്ന ടോപ്പിക്കിനെ എപ്പോഴും നമ്മൾ ആദ്യത്തെ പാസേജിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ശേഷം വരുന്ന ഓരോ കുഞ്ഞു പാരഗ്രാഫും ഓരോ സബ് പോയിന്റ്സ് ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക്
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി എന്തൊക്കെ എഴുതാമെന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി എഴുതാം. ഇപ്പം ChatGPT ഉൾപ്പെടെ ChatGPTയുടെ ഒക്കെ ഒരു ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് ഏതാണ്ട് 155 പറയുന്നത്. ഐൻസ്റ്റീൻ്റെത് പോലും 160 എന്നാണ് എക്സ്പെക്റ്റഡ്. സോ അത്രയും ബുദ്ധിയുള്ള ഒരു കൂട്ടുകാരനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അയാളെ യൂസ് ചെയ്യില്ലേ നിങ്ങളുടെ പഠിത്തത്തിന്, നിങ്ങളുടെ ജോലിക്ക്, നിങ്ങളുടെ നമുക്കൊരിക്കലും ഇനി ഒരു എവർ ഇവോൾവിങ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ വേൾഡിൽ നമുക്കൊരിക്കലും ഇതിനെയൊന്നും കണ്ടില്ല, ഇതൊന്നും എൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അത്രയും സ്മാർട്ടായിട്ടുള്ളൊരു ടൂള് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാനല്ലേ നമ്മൾ പഠിക്കേണ്ടത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു പോയിന്റ് എഴുതാം. പ്ലസ് എയുടെ കടന്നുവരവോടുകൂടി നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ടെക്നോളജിയിലാവട്ടെ ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ദെൻ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എഴുതാം. പക്ഷേ ആദ്യം നിങ്ങളങ്ങ് പറയുകയാണ് ഇതുപോലത്തെ ഒക്കെ നല്ല നല്ല കാര്യങ്ങളുണ്ട്, വളരെ സൂപ്പറാണ്, അടിപൊളിയാണ് എന്നൊക്കെ എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ പറയുക വന്നാൽ എത്ര പേരുടെ ജോലിയാണ് പോകുന്നതെന്ന് അറിയാമോ? അതുമാത്രമല്ല ഹ്യൂമൻ ഇൻ്റലിജൻസിനും ഇമോഷൻസിനും പകരം നമുക്ക് എങ്ങനെ ടെക്നോളജിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് പകരം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പറയാം, അതായത് കോൺട്രവേഴ്സി അല്ലാതെ കോൺട്രഡിക്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് പറയാം. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണ്, അല്ലെങ്കിൽ എന്നിരുന്നാലും പക്ഷെ നമ്മൾ ആ കോയിൻ്റെ തന്നെ അതർ സൈഡ് നമുക്ക് കാണേണ്ട കാര്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ യു ക്യാൻ പുട്ട് ഫോർവേഡ് മെയിൻ ഐഡിയാസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെ പറ്റി എഴുതാം. ലൈക്ക് ഈ അടുത്ത് തന്നെ ഹോളിവുഡിൽ നമ്മുടെ നടന്മാരൊക്കെ അവരുടെ ലിപ് സിങ്കിങ് മൂവ്മെൻ്റ് ഒക്കെ ഉൾപ്പെടെ നമ്മുടെ മമ്മൂട്ടി മോഹൻലാലിനെ വരെ കാര്യങ്ങൾ വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നത്, പല പൊളിറ്റിക്സിലും അതിനെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡീപ്പ് ഫേക്കിനെ പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാം. ഡീപ്പ് ഫേക്ക് എന്താണ്, നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മണി ഫ്രോഡുകളെ പറ്റി, അല്ലെങ്കിൽ ഒരു വീഡിയോ കോളിൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിനെ പറ്റി, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിർച്വൽ വേൾഡ് അല്ലെങ്കിൽ ഒരു വിർച്വൽ ത്രെറ്റ് ഒക്കെ സംഭവിപ്പിച്ചതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. സോ അത്തരം കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കണം നമ്മളൊരു എസ്സേ എഴുതുന്നത്. പിന്നെ പലപ്പോഴും സ്റ്റുഡൻസിനോട് നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കാത്ത കാര്യമാണ്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ഫ്രേസും യൂസേജും അറിയില്ല എങ്കിൽ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ഫ്രേസോ ഒരു യൂസേജോ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി എഴുതാൻ പോകരുത്. ഇപ്പം ഒരു എസ്സേയിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഈ ഫ്രേസുകൾ യൂസ് ചെയ്യണം. കൂടുതൽ അങ്ങ് ഫ്ലവറി ആക്കുമ്പം, കൂടുതൽ അങ്ങ് ഓർണമെൻ്റൽ ആക്കുമ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗ്രാമർ മിസ്റ്റേക്സും അല്ലെങ്കിൽ ലാംഗ്വേജ് മിസ്റ്റേക്സും വരാതിരിക്കാനും സൂക്ഷിക്കണം. അപ്പം നിങ്ങൾ അത്ര കോൺഫിഡൻ്റ് ആണ് നിങ്ങളുടെ ലാംഗ്വേജ് എങ്കിൽ യു ക്യാൻ യൂസ് വെരി വെരി ഫ്ലവറി ലാംഗ്വേജ്. പക്ഷേ നമ്മൾ അത്ര കോൺഫിഡൻ്റ് അല്ല, നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ അറിയാം, തെറ്റില്ലാതെ എഴുതാൻ അറിയാമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫ്രേസുകളെ പഠിച്ചെഴുതാം. ഇപ്പം ഒരു ഫ്രേസിനെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതല്ല ജസ്റ്റ് ഗൂഗിൾ ചെയ്തൊന്നും നിങ്ങൾ കുറേ ഫ്രേസ് പഠിച്ച് വെക്കാതിരിക്കുക. ഡീപ്പായിട്ട് അല്ലെങ്കിൽ ആ ഗൂഗിൾ ചെയ്യുവാണെങ്കിൽ ആ ഫ്രേസിനെ പറ്റി നല്ല ഡെപ്തിൽ പഠിച്ചതിന് ശേഷം മാത്രം അത് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ അപ്പം നമ്മൾ കുറച്ച് എസ്സേസ് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മെൻറ്ററുണ്ട്, മെൻറ്റർ കൃത്യമായിട്ട് ഈ എസ്സേസ് ഒക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ അതിൽ നിന്ന് കുറച്ച് എസ്സേസ് എപ്പോഴും പിക്ക് ചെയ്ത് വായിക്കാറുണ്ട്. ബിക്കോസ് എങ്ങനെയാണ് ആ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ പോകുന്നത് എന്നുള്ളത്. എസ്പെഷ്യലി ഇനി എക്സാംസ് അടുക്കുന്ന മാസങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്ന എസ്സേസിൻ്റെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ഒക്കെ തരാനും ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൂടെ ഒക്കെ നമുക്ക് അവൈലബിൾ ആക്കാനും ഒക്കെ പറ്റും. കാര്യം നിങ്ങളുടെ സ്റ്റഡി പ്രോഗ്രസ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കാൻ ഫാക്കൽറ്റീസ് തന്നെ നിങ്ങളുടെ ആ ഒരു നേരിട്ട് തന്നെ നിങ്ങളുടെ കുറച്ച് സെലക്റ്റഡ് എസ്സേസ് നോക്കുന്നതായിരിക്കും. സോ ഈ എസ്സേസിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആ ഒരു സ്റ്റൈലിസ്റ്റിക് എറർ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ദെൻ ഇത് ആരുടെയും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഹേർട്ട് ചെയ്യാനല്ല, നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ റാൻഡമായിട്ട്, നിങ്ങളുടെ പേരോ ഒന്നും നമുക്കറിയത്തില്ല, അതൊക്കെ മെൻറ്ററിനാണ് അറിയാവുന്നത്, നമ്മൾ റാൻഡമായിട്ട് പിക്ക് ചെയ്ത ചില എസ്സേസ് ആണ്. സോ നിങ്ങളുടെ എസ്സേസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കാര്യം നിങ്ങൾ നേരിട്ട് തന്നെ നിങ്ങളുടെ എസ്സേസിന് ഒരു ഫീഡ്ബാക്ക് തരികയാണ്. നല്ല എസ്സേ ചീത്ത എസ്സേ എന്നുള്ള രീതിയിലല്ല, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഓവറാൾ എസ്സേസ് ആണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ
ജുഡീഷ്യൽ റിഫോംസിനെ പറ്റി നിങ്ങൾക്ക് ക്ലാസ് തന്നതാണ്. അതുപോലെ തന്നെ ഇലക്ട്രൽ റിഫോംസിൻ്റെ കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും പോലും യൂട്യൂബിലേക്കായിട്ട് നമുക്ക് അത് ഒന്നുകൂടി നോക്കേണ്ടതുണ്ട്. ഇലക്ട്രൽ റിഫോംസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇലക്ട്രൽ റിഫോംസ് എന്ന് പറയുമ്പം എന്താണ് ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് റിഫോം, ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു എസ്സേ ചോദിക്കാം. ഇങ്ങനെ ഒരു എസ്സേ ചോദിക്കുമ്പം നിങ്ങൾ എപ്പോഴും ഓപ്പണിംഗ് എഴുതേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ജനാധിപത്യ രാജ്യം, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അതൊരു വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളതാണ്. സോ അത്തരത്തിലൊരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്ന് തന്നെയാണ് ഇലക്ഷൻ. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം കൂടിയാണ് എലക്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാം. ഇനി അതുകൊണ്ട് തന്നെ കാലാനുസൃതമായിട്ട് ഈ എലക്ഷൻസിന് വരേണ്ട അപ്ഡേഷൻസ് ഉണ്ട്, റെഫർമേഷൻസ് ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് ഇലക്ട്രൽ റിഫോംസ് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മാക്സിമം പോസിറ്റീവായിട്ട് എസ്സേ എഴുതാൻ ശ്രമിക്കുക, സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് വലിയൊരു മുന്നേറ്റത്തിനും ഒക്കെ തുടക്കം കുറിച്ച, അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം എന്നല്ല, ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ തന്നെ നട്ടെല്ലാണ് ഇവിടുത്തെ സുതാര്യമായ എലക്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഏറ്റവും എറർ ഫ്രീ ആയിട്ട്, ഏറ്റവും കുറ്റമറ്റതായിട്ട് നമുക്ക് നടത്താൻ പറ്റണം. പിന്നെ ഇപ്പോഴത്തെ എലക്ഷൻസിൽ ഒരുപാട് കറപ്ഷൻസും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ റിഫോമിനെ പറ്റി എഴുതുന്നത്. അതിൽ എന്തൊക്കെ നിങ്ങൾക്ക് മെയിൻ ഹെഡിങ്ങിന് ശേഷം ഉൾപ്പെടുത്താം? ഒന്ന്, നമ്മൾ തന്നെ പറഞ്ഞതാണ്, ഇവിടുത്തെ കാൻഡിഡേറ്റ്സിന് ഒരു 3 വട്ടം അല്ലെങ്കിൽ ഒരു 4 ടൈംസിന് ശേഷം അവർ ഇലക്ഷന് നിൽക്കേണ്ടതുണ്ടോ, അതിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരു റിട്ടയർമെൻറ്റ് ഏജ് പൊളിറ്റീഷ്യൻസിന് വേണോ അതോ അതിൻ്റെ ആവശ്യമില്ലയോ, അങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എഴുതാം. നമ്മുടെ പല നേതാക്കൾക്കും 90-അധികം വയസ്സുണ്ട്. സോ അത്തരത്തിൽ എന്തുകൊണ്ട് യങ്സ്റ്റേഴ്സ് കടന്നു വരുന്നില്ല, അപ്ഡേറ്റഡ് ആയിട്ടുള്ളവർ വരട്ടെ. സോ അത്തരത്തിൽ നിങ്ങൾക്ക് എഴുതാം. സോ അതുപോലെ തന്നെ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൽ അബ്യൂസൽ കേസിലൊക്കെ അവർ ചാർജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ ഇലക്ഷന് നിൽക്കാൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണോ, അല്ല, അപ്പോൾ ഒരു ക്വാളിഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ ഉള്ള നിയമം കൊണ്ടുവരണം. ദെൻ ക്രിമിനൽ കേസസ് ഉൾപ്പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമുക്ക് ആവശ്യമുണ്ടോ, സോ അതിനെപ്പറ്റി നിങ്ങൾക്ക് എഴുതാം. സോ അങ്ങനെ കാൻഡിഡേറ്റിനെ പറ്റി തന്നെ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാം. ദെൻ അടുത്ത പാരഗ്രാഫ് എബൌട്ട് ദി പ്രൊസീജിയർ നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷൻ പ്രൊസീജിയറുകളിൽ ഒരുപാട്, ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന സ്റ്റാഫിന് തൊട്ട് പിന്നെ നടക്കുന്ന അവർ തന്നെ അനുഭവിക്കുന്ന പ്ലസ് ജനങ്ങൾ തന്നെ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. യു ക്യാൻ ആഡ് ദി റീസെൻറ്റ് നമുക്ക് ഈ അടുത്തുള്ള കണക്കുകളൊക്കെ ആഡ് ചെയ്യാം. ഈ നടന്ന ഇലക്ഷനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പോളിംഗ് പെർസെൻറ്റേജ് താഴോട്ട് പോയത്. എന്തുകൊണ്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യാൻ വരാത്തത്? അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് എഴുതാം. അവർക്ക് ആ ജനാധിപത്യം എന്ന ആ ഒരു പ്രക്രിയയിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടതാണോ? പിന്നെ റീസെൻ്റ്ലി തന്നെ എലക്ഷൻ നടക്കുന്ന സമയത്ത് വളരെ വർഗീയപരമായ പല കമൻസും നമ്മൾ കേട്ടതാണ്. സോ ഇതൊക്കെ അനുവദനീയമാണോ? ഒരു മൈനോറിറ്റിയെ പറയാൻ അങ്ങനെയൊക്കെ നമുക്ക് പറ്റുമോ? പക്ഷെ എപ്പോഴും ഓർക്ക് ഇതെല്ലാം ചേർത്ത് ഒരു പാരഗ്രാഫ് വേണം നിങ്ങൾ എഴുതാൻ. പിന്നെ വിവിപാറ്റ് മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും നമുക്കുള്ള വിശ്വാസത ഉണ്ടോ? ഈ അടുത്ത് നടന്ന, അതായത് 2020 ശേഷം നടന്ന എത്ര ഇലക്ഷൻസിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്? അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് എഴുതാം. ദെൻ യു ക്യാൻ ഓൾസോ റൈറ്റ് അബൌട്ട് നോട്ടയെ പറ്റി എഴുതാം. നോട്ട ഒരു വലിയൊരു മൂവ്മെൻറ്റ് തന്നെയാണ്, അല്ലേ? നോട്ട ഒരു വലിയ മൂവ്മെൻ്റ് ആണ്. പക്ഷെ നോട്ടയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇപ്പം ഒരു മണ്ഡലത്തിൽ നോട്ടയ്ക്കാണ് വോട്ട് കൂടുതലെങ്കിൽ അവിടുത്തെ ഇലക്ഷനെ അസാധുവാക്കുന്നില്ല. അതിന് തൊട്ട് താഴെ കാൻഡിഡേറ്റ് ആരാണോ കിട്ടിയത് അയാളെയാണ് നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണോ? ആക്ച്വലി ഒരു മണ്ഡലത്തിൽ 50%, അതുകൊണ്ടാണ് ആരും നോട്ടയ്ക്ക് വോട്ട് ചെയ്യാത്തത്. ഈവൻ ദോ ഈ കാൻഡിഡേറ്റ്സ് ആരും വേണ്ടാന്നുണ്ടെങ്കിൽ പോലും നോട്ടയ്ക്ക് വോട്ട് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. അതിനെപ്പറ്റി എഴുതാം. ദെൻ ലിങ്കോത്ത് കമ്മിറ്റിയെ പറ്റി എഴുതാം. അതുപോലെ തന്നെ ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പല കമ്മീഷൻസിനെയും നമ്മൾ വെച്ചിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും പഠന റിസൾട്ടുകളെ പറ്റി യു ക്യാൻ റൈറ്റ്. അങ്ങനെ പ്രൊസീജിയറിനെ പറ്റി നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് കൃത്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം യു ക്യാൻ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദി കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ഇലക്ഷൻ നിൽക്കുന്നത്, അയാളെ പറ്റി നമുക്ക് എഴുതാം. ദെൻ യു ക്യാൻ റൈറ്റ് പ്രൊസീജിയറിനെ പറ്റി എഴുതാം. ദെൻ നിങ്ങൾക്ക് ഇപ്പം ഇന്ത്യയിലുള്ള റൂളിംഗ് പാർട്ടീസും ഇലക്ഷൻ കമ്മീഷൻസും തമ്മിൽ, അത് ഇന്ത്യ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇവർ തമ്മിലുള്ള കുറച്ച് നിങ്ങൾക്കറിയാം
ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ തന്നെ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സെൻട്രൽ കമ്മീഷൻസിനെയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വേറെ വലിയ വലിയ പദവികളിലാണ് കാണുന്നത്. സോ അങ്ങനെയൊക്കെ അനുവദനീയമാണോ? ഇവിടുത്തെ അത് അത്ര സുതാര്യമായിട്ടാണോ നടത്തുന്നത്? അസറ്റുകളൊക്കെ ഇവർ കാണിക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ എഴുതാം. ദെൻ റൂളിംഗ് പാർട്ടീസ് എടുക്കുന്ന നിലപാട്. സോ അങ്ങനെ നമുക്ക് എന്തെല്ലാം പോയിന്റ്സ് എഴുതാനുണ്ട് ഇലക്ട്രൽ റിഫോംസ് വരുമ്പം. അപ്പോൾ മിനിമം നിങ്ങൾക്ക് ഒരു 15 പോയിന്റ്സ് എങ്കിലും ഉണ്ട്. എന്നിട്ട് അതിനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്തിട്ട് വേണം പാരഗ്രാഫ് എഴുതി തുടങ്ങാൻ. അല്ലാതെ എസ്സേ റൈറ്റിങ്ങിന് ഇരുന്നിട്ട് എഴുതുന്നതിനനുസരിച്ച് ഓർത്തെഴുതുന്ന മെക്കാനിസം അത് നമ്മൾ സ്കൂളുകളിൽ മാത്രമേ നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇവിടെ നിങ്ങൾ ശരിക്കും ഒരു പ്രൊഫഷണൽ എസ്സേ ആയിട്ട് നിങ്ങൾ എഴുതുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം ആദ്യം നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആ പോയിന്റ്സിന് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണം. കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനെ പാരഗ്രാഫ്സ് ആയിട്ട് ഓർഗനൈസ് ചെയ്യണം. ദെൻ യു ക്യാൻ ഗോ ഫോർ എ കൺക്ലൂഷൻ. ഇങ്ങനെയാണ് നമ്മൾ എസ്സേ റൈറ്റിങ്ങിനെ പറ്റി പറയുന്നത്, ജനറലി പറഞ്ഞതും. പക്ഷേ നമ്മൾ എന്നിട്ടൊരു ആക്ടിവിറ്റി തരുമ്പം ഗുഡ് എലക്ഷൻ ഗുഡ് നേഷൻ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ തന്നിട്ടുണ്ട്. വിച്ച് ഈസ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല എലക്ഷൻ ഉള്ളത് നല്ല രാജ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ പോലും ഒരു കുട്ടിയുടെ ഒരു എസ്സേ ആണ്. എങ്കിൽ പോലും ഇതിനെ ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ പ്രത്യേകിച്ച് നമുക്ക് അതിൽ ഒന്നും വലിയ എഡിറ്റിംഗ് പറയാനില്ല. ദെൻ ഫസ്റ്റ് പാരഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം. ഓപ്പണിങ് നമ്മൾ പറയുന്ന കണക്ക് എലക്ഷൻ ആർ എസെൻഷ്യൽ, ഡെമോക്രസിയുടെ എസെൻഷ്യൽ പാർട്ടാണ്. എലക്ഷൻസ് ആർ, അവിടെ ഗ്രാമർ മിസ്റ്റേക്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാനിവിടെ ഓരോ ഗ്രാമർ മിസ്റ്റേക്സ് എടുത്ത് പറയുന്നില്ല. ബിക്കോസ് ഗ്രാമർ മിസ്റ്റേക്സ് മാത്രം നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ആ എഴുതാനുള്ള കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ആദ്യം നിങ്ങളൊന്ന് എഴുതി 3-4 ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ലാംഗ്വേജ് മിസ്റ്റേക്സിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ പറയാം. സോ എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയുടെ ഒരു ഭാഗമാണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ കോഗ് ഇൻ ദ മെഷീൻ ഫ്രം എ നേഷൻ. ഇവിടെ ഈ ഫ്രേസിന് അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫ്രേസ് കറക്റ്റ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഇവിടെ കോഗ് ഇൻ ദ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആക്ച്വലി അത് യൂസ്ഫുൾ ആണ്, പക്ഷെ മൈനറായിട്ടുള്ളൊരു കാര്യമാണ് അത്. അതായത് അത് ആക്ച്വലി ദാറ്റ് ഫങ്ഷൻസ്, അത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ മൈനറായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ മൈനറായിട്ടുള്ളൊരു കാര്യം വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ യൂസേജിന് പ്രേരിപ്പിച്ച കാരണം നമുക്ക് മനസ്സിലാവും. എലക്ഷൻസിനെ നമ്മൾ അത്ര നിസ്സാരമായിട്ട് കാണരുത്. അത് വലിയൊരു ഡെമോക്രസിയിൽ വലിയൊരു ഭാഗം വഹിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ അതിന് ചേരുന്ന ഒരു സ്യൂട്ടബിൾ ഫ്രേസ് ഇതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ബിക്കോസ് ഇന്ത്യയിൽ ആരും എലക്ഷൻസിനെ തീരെ ചെറുതായിട്ട് കാണുന്നില്ല. മനസ്സിലാവും. അതുകൊണ്ടാണ് പറയുന്നത് ഫ്രേസുകൾ യൂസ് ചെയ്യുമ്പം നിങ്ങൾ 100 ഇപ്പം ഇതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സോ 100% നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇന്നവേറ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഫ്രേസസ് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് നീറ്റ് ആണെങ്കിൽ നീറ്റ് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു പോകാവുന്നതാണ്. ഇനി ഒരു ഗുഡ് കൺട്രിയെ മേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇലക്ഷൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇലക്ഷൻസിനെ പീരിയോഡിക്കലായിട്ട് നടത്തുന്നുണ്ട്. ഏതു പാർട്ടിയാണ് ആളുകൾ ഫേവർ ചെയ്യുന്നത് എന്നൊക്കെ അറിയാനാണ്. പക്ഷെ ഇതിലെല്ലാം ആ ഒരു 2 മിസ്റ്റേക്സ് ആണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ഇതിൻ്റെ അകത്ത് ആ ഒരു കണ്ടന്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കണ്ടന്റിൽ നമ്മൾ ഏത് പാർട്ടിയെ ജനങ്ങൾ ഫേവർ ചെയ്യുന്നു എന്ന് അറിയുന്നതിനല്ല, ഏത് പാർട്ടി ഇന്ത്യ ഭരിക്കണം, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് നമ്മൾ ഭരിക്കേണ്ടതെന്ന് അറിയാനാണ് നമ്മൾ ഇലക്ഷൻ നടത്തുന്നത്. അപ്പം അങ്ങനത്തെ ഒരു മിസ്റ്റേക്കും ഉണ്ട്. സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ട്. വി നീഡ് ഇലക്ഷൻസ് ഫോർ മേക്കിംഗ് എ ഗുഡ് കൺട്രി എന്നൊക്കെ പറയുന്നത് ആ യൂസേജിന്. പിന്നെ നിങ്ങളുടെ എസ്സേ എടുത്ത് നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാണ്. അപ്പോൾ ക്രിറ്റിസിസം ആണ് വരുന്നത് എന്ന് വെച്ച് നിങ്ങളുടെ എസ്സേ മോശമാണെന്നല്ല. അത്യാവശ്യം നല്ലൊരു എസ്സേ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ എന്നാലും അതിൻ്റെ ക്രിറ്റിസിസം ആ രീതിയിൽ ഉൾക്കൊള്ളണം. സോ ആ ഒരു ഫസ്റ്റ് പാസേജിൽ വി നീഡ് ഇലക്ഷൻസ് ഫോർ മേക്കിംഗ് എ ഗുഡ് കൺട്രി എന്ന് പറയുന്നതൊക്കെ വളരെ ഫീബിളായിട്ടുള്ള സെൻറ്റൻസുകളാണ്. നമുക്ക് അത്രയും വീക്കായിട്ടുള്ള സെൻറ്റൻസുകൾ ആദ്യത്തെ ഓപ്പണിങ്ങിൽ തന്നെ കൊടുക്കാതിരിക്കുക. ഒരു ഗുഡ് ഡെമോക്രസിക്ക് വേണ്ടി സ്റ്റാൻഡേർഡ് എലക്ഷൻസ് നമുക്ക് നടത്തണം, അല്ലെങ്കിൽ പ്രോപ്പർ മെക്കാനിസത്തിലുള്ള എലക്ഷൻസ് നമ്മൾ നടത്തണം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു ഗുഡ് കൺട്രിക്ക് വേണ്ടി നല്ല എലക്ഷൻ നടത്തണം എന്നൊക്കെ പറയുന്നതിൽ അത് ആക്ച്വലി ബേസിക്കലി അത് ഭയങ്കര വീക്കാണ്. ആ പോയിന്റ് ഭയങ്കര വീക്കാണ്. ഓക്കെ,
അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സെൻറ്റൻസ് ഓപ്പൺ ചെയ്യുമ്പം ഏറ്റവും നല്ല സെൻറ്റൻസുകൾ ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ അകത്ത് കണ്ടന്റും വേണം. കാര്യം നമ്മൾ തന്നെ 10-15 പോയിന്റ് എടുത്തിട്ട് അതിനെ എങ്ങനെയെങ്കിലും ഈ 150 വേർഡ്സിലൊന്ന് പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ ഉള്ളവർ എസ്സേസ് എഴുതുന്നത്. അപ്പോൾ 1, 2, 3, 4, 5, 6 വേർഡ്സ് ഉള്ള ഒരു സെൻറ്റൻസ് നമ്മൾ വെറുതെ ഫീബിൾ സെൻറ്റൻസ് കൊടുക്കേണ്ട കാര്യമില്ല. സോ അതൊന്ന് എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. ദെൻ ബിഗിനിങ് ടൈംസിൽ ഇലക്ഷൻസ് വെയർ കണ്ടക്റ്റഡ് ഓൺ കാസ്റ്റ്, കമ്മ്യൂണിറ്റി ആൻഡ് റിലീജിയസ് ലൈൻ. അല്ല, ഞാനത് പറഞ്ഞ ഇതിൻ്റെ അകത്ത് നമ്മുടെ തുടക്ക കാലഘട്ടത്തിൽ കാൻഡിഡേറ്റിനെ എടുക്കുന്നത് ഒക്കെ ഈ പറയുന്ന കണക്ക് കമ്മ്യൂണിറ്റി, കാസ്റ്റ്, റിലീജിയൻ ഒക്കെ നോക്കിയാണ് ആരെ എടുത്തോണ്ടിരുന്നത്, കാൻഡിഡേറ്റ്. കാര്യം ഇപ്പം നമ്മൾ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ജവഹർലാൽ നെഹ്റു തന്നെ നമ്മുടെ ആദ്യത്തെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ എടുക്കാൻ വേണ്ടി പോലും ബേസിക്കലി ഒരു മുസ്ലിം മണ്ഡലം കണ്ടെത്തിയെന്നാണ് പറയുന്നത്, അദ്ദേഹത്തെ ഒന്ന് ജയിപ്പിച്ചെടുക്കാൻ. അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി റിലീജിയസ് കാൻഡിഡേറ്റ്ഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ കാലത്ത് കാസ്റ്റും കമ്മ്യൂണിറ്റി റിലീജിയസ് ലൈൻ ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് കോൺട്രവേഴ്സീസ് വരുന്നുണ്ട്. അപ്പം എഴുതുമ്പോൾ നമ്മൾ ഇതൊന്നും ഇല്ലാതെ മനസ്സിൽ വേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ എഴുതി വരുമ്പോഴത്തേക്കിന് ടോട്ടലി കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഇത് മാറുന്നുണ്ട്. അവർക്ക് ഇലക്ഷനെ പറ്റി ബെറ്റർ അവയർനെസ് ഇല്ല. പക്ഷെ ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇലക്ഷനെ മണി കൊണ്ടും മസിൽ പവറിനെ കൊണ്ടും ഒക്കെയാണ് നോക്കിയേ, ഇതിനകത്ത് കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഓർഗനൈസ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. നോക്കിയേ, നമുക്ക് ഈ സെൻറ്റൻസിൽ വേണേൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തന്നെ ആഡ് ചെയ്യാം. ആദ്യത്തെ കാലത്ത് ഇലക്ഷൻസിൽ കാൻഡിഡേറ്റ്ഷിപ്പിനെ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും എന്തുവാ ഉദ്ദേശിച്ചതെന്ന്. ഇലക്ഷൻസിൽ കമ്മ്യൂണിറ്റി റിലീജിയസ് ലൈൻസിലൊക്കെയാണ് കാൻഡിഡേറ്റിനെ എടുത്തുകൊണ്ടിരുന്നത്. അവർക്ക് ആ ഒരു ഇലക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു മെയിൻ ഗവൺമെൻറ് വരേണ്ട കാര്യത്തിനെ പറ്റിയോ ഒന്നും അവർക്ക് അവയർനെസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം പൊളിറ്റിക്കൽ ലീഡേഴ്സ് യഥാർത്ഥത്തിൽ ഇപ്പം ഇതിൻ്റെ കൂടെ വരേണ്ട എന്താ, ഇപ്പോൾ ആൾക്കാർ ഭയങ്കര പൊളിറ്റിക്കലി അവെയർ ആണ്. അവർ ഇലക്ഷന് കുറച്ചുകൂടെ കാൻഡിഡേറ്റിൻ്റെ ഗുണമൊക്കെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കൊള്ളാമോ എന്നൊക്കെ നമ്മൾ ഇപ്പം നോക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആ മണി പവറും മസിൽ പവറും വരുന്നു എന്നാണ് എഴുതേണ്ടത്. പക്ഷേ ടോട്ടലി ആ ഒരു കംപ്ലീറ്റ് പാസേജിൻ്റെ ആ ഒരു പാസേജിൻ്റെ മീനിങ്ങേ മാറ്റിക്കൊണ്ട് ആണ് എഴുതിയേക്കുന്നത്. ബട്ട് നൗ എ ഡേയ്സ് ദ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വിൻ ഇലക്ഷൻസ് ബൈ മണി ആൻഡ് പോയിന്റ്സ് ഉണ്ട്. പക്ഷെ അതിന് ഇടയ്ക്ക് വരേണ്ട ആ ഒരു ഫ്ലോ ഇല്ല. എസ്സേക്ക് ഒരു ഫ്ലോ വേണം. എസ്സേക്ക് ഓരോ പോയിന്റായിട്ട് പറഞ്ഞ് നമ്മൾ ഒരു പൂ വിടരുന്നത് പോലെ നമ്മൾ ഒന്നും ഇല്ലാത്തടത്ത് അത് നമ്മൾ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് തന്നെ എസ്സേ തുടങ്ങണമെന്ന് പറയുന്നത് ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ തുടങ്ങുക. നമ്മളൊരു പൂ വിരിയുന്നത് പോലെയാണ് എസ്സേ എഴുതുന്നത്. നമ്മളൊരു ടോപ്പിക്കിൽ നിന്ന് തുടങ്ങി നമ്മൾ പിന്നെ അഡീഷൻസ് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുക. അപ്പം അതിങ്ങനെ ഒരു പ്രോഗ്രസ്, ഒരു ലൂപ്പ് പോലെ അതിങ്ങനെ പോകണം. പക്ഷെ ഇവിടെ ആ ഒരു ഫ്ലോ ഇല്ല, ടോട്ടലി ഫ്ലോ ഇല്ല. അതുപോലെ തന്നെ 2-3 സെൻറ്റൻസുകൾ താണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സെൻറ്റൻസുകൾ ഒന്നിച്ചങ്ങ് ക്ലബ് ചെയ്തിരിക്കുക ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു നല്ല പാരഗ്രാഫ് ആവാനുള്ള പോയിന്റ്സ് അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ധൃതിയിൽ അങ്ങ് എഴുതി പോയേക്കുക. ഇതിലും ധൃതിയിലായിരിക്കും നിങ്ങൾ പരീക്ഷാ ഹാളിൽ എഴുതുന്നത്. ഇതിലും കെയർലെസ് ആയിട്ടായിരിക്കും മേ ബി നമ്മുടെ മൈൻഡ് അന്നേരം വർക്ക് ചെയ്യുന്നത്. സോ എഴുതി നമ്മളൊരു പാറ്റേണിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു എക്സാം ഹാളിൽ ഇരുന്ന് ആ ഒരു നീറ്റായിട്ട് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഫ്ലാഷ് ഓഫ് ഐഡിയാസ് ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് കണക്ക് പോയിക്കൊണ്ടേ ഇരിക്കുക, അല്ലാതെ അതൊരു കറക്റ്റ് ഒരു ഓർഡറിലല്ല പോകുന്നത്. ദെൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആർ അണ്ടർ ക്രിമിനൽ റെക്കോർഡ്സ്, കറപ്ഷൻസ് ആൻഡ് ഓൾസോ ഫാബുലസ് ആയിട്ട് അവർ റിച്ചാണ്. സോ ഇതൊക്കെ നമുക്ക് കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അവിടെ വേണ്ടടുത്ത് വെച്ച് ഡിവിഷൻ വരുന്നില്ല, സെൻറ്റൻസിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ട പ്രശ്നങ്ങൾ തന്നെയാണ്. ദെൻ ലിങ്കോത്ത് കമ്മിറ്റിയെ പറ്റി പറയുന്നുണ്ട്. റിഫോം നമുക്കറിയാലോ, ഇലക്ഷൻ റിഫോംസ് കൊണ്ടുവന്നൊരു കമ്മിറ്റിയാണ്. ദെൻ ഇലക്ഷൻസ് നോട്ട് എ ഫോക്സ് പാസ്, ഇറ്റ് ക്യാൻ മോൾഡിങ് ഒരു പെർഫെക്റ്റ് നേഷന് വേണ്ടി. ആ പാരഗ്രാഫ് വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. നമ്മുടെ ലീഡറിനെ നമ്മുടെ ഇലക്ഷൻസ് ഇപ്പം ഇവിടെ ഇപ്പം നമ്മൾ മേ ബി ഇത് എഴുതിയ കൂട്ടത്തിൽ എവിടുന്നേലുമൊക്കെ സെർച്ച് ചെയ്ത് എഴുതിയതായിരിക്കും. എങ്കിൽ പോലും നമ്മൾ ആ ഒരു പോകുന്ന വഴി ഇത് കണക്ക് കുറച്ച് നമ്മൾ അടുക്കി പറക്കിയുള്ള സെൻറ്റൻസുകളാണ് നമുക്ക് വേണ്ടത്. കമ്മിറ്റിയെ പറ്റി പറയുന്നത്, നിങ്ങൾ എഴുതുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റീസിനെ പറ്റി പറയുന്നത്, കേസുകൾ റെഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് എഴുതുന്നതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടുന്ന കാര്യമാണ്. പക്ഷെ റിമെമ്പർ, ഒന്നും അധികം ആവരുത്. ഒരു 2 സെൻറ്റൻസിൻ്റെ അകത്ത് നിൽക്കണം ഇതൊക്കെ ഉണ്ട് എങ്കിൽ. ഏതെങ്കിലും ഇപ്പം നമ്മൾ യൂണിഫോം സിവിൽ കോഡ് പറയുമ്പോൾ ഷാബാനു കേസിനെ പറ്റി പറയുന്നതാണ്, എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഷാബാനു വേഴ്സസ്
മുഹമ്മദ് ഖാൻ കേസിനെ പറ്റി നമ്മൾ പറയുന്നതാണ്, ഷാബാനു കേസ് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഷാബാനു കേസൊക്കെ യൂണിഫോം സിവിൽ കോഡ് നിങ്ങൾ എഴുതുമ്പം അതൊരു 2 സെൻറ്റൻസ് 3 സെൻറ്റൻസിന് അപ്പുറം എഴുതാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, പലരും ചോദിച്ചിട്ടുണ്ട് സബ്ജക്റ്റീവ് ഇൻ്റർപ്രിട്ടേഷൻസ് എഴുതാമോ? അങ്ങനെ എഴുതരുത്. സബ്ജക്റ്റീവ് ഇൻ്റർപ്രിട്ടേഷൻസ് നിങ്ങൾക്ക് എഴുതാമെങ്കിൽ പോലും അതൊരു 1 ലൈൻ 2 ലൈൻ അപ്പുറത്തേക്ക് പോവരുത്. നമ്മളൊരു കാര്യം നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും വരരുത്. അതായത് നമുക്ക് എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റോറീസ് കാണും, ലൈഫ് ഇൻസിഡൻസ് കാണും. അതൊക്കെ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ കൺട്രോൾഡ് ആയിട്ട് 1 ലൈൻ അല്ലെങ്കിൽ 2 ലൈൻ. കാര്യം 150 ആണ് നമ്മുടെ വേർഡ് ലിമിറ്റ്. നമ്മൾ കഥ എഴുതാനിരുന്നാലോ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനിരുന്നാലോ നമുക്ക് പോയിന്റ്സ് കിട്ടത്തില്ല, നമുക്ക് പോയിന്റ്സ് എഴുതാൻ പറ്റത്തില്ല, മാർക്ക് കിട്ടത്തില്ല. സോ അതുകൊണ്ടൊരു അണ്ടർ കൺട്രോളിൽ വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ എഴുതാൻ വേണ്ടി. ദെൻ ഇൻ മൈ ഒപ്പീനിയൻ ഒക്കെ ചേർക്കാം, കുഴപ്പമില്ല. പക്ഷേ അത്ര സ്റ്റാൻഡേർഡ് ഓഫ് വേയിങ് അല്ല. അവസാനം എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പം ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സോയിൽ ഇറോഷനെ പറ്റി ഒരു ബേസിക് എസ്സേ വരികയാണ്, നിങ്ങളതൊക്കെ എഴുതിയിട്ട് ഇൻ മൈ ഒപ്പീനിയൻ നമുക്ക് ഈ മഴക്കുഴികളെ പറ്റിയും മഴക്കാല പൂർവ്വ ശുചീകരണത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. യു ക്യാൻ ആഡ് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ അങ്ങനെ വളരെ പോയിൻ്റുള്ള എന്തെങ്കിലും കാര്യം, വളരെ കാമ്പുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ മാത്രമേ അങ്ങനെ സബ്ജക്റ്റീവായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസിലോട്ട് നിങ്ങൾ പോവാവൂ എന്നാണ് പറയുന്നത്. ദെൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, പലരും എഴുതി വരുമ്പം ആ ഇടയ്ക്ക് വെച്ച് ആ പാരഗ്രാഫ് ഡിവിഷൻ കൃത്യമായിട്ട് ചെയ്യത്തില്ല. പാരഗ്രാഫ് ഡിവിഷൻ നിങ്ങൾക്കിപ്പം എവിടെയും ഡിവൈഡ് ചെയ്യാതെ 2 പാരഗ്രാഫായിട്ട് എഴുതുന്നതിനെ അല്ല ഒരു എസ്സേ എന്ന് നമ്മൾ പറയുന്നത്. എസ്സേക്ക് അതിപ്പോൾ 150 വേർഡ്സ് ആയാലും അതിൽ കുറച്ച് കൂടുതലായാലും കുറവായാലും നമുക്ക് അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രക്ചറുണ്ട്. ആ ഒരു ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഒരു ഫ്ലോയിൽ നമുക്കൊരു 2 പാരഗ്രാഫ് 3 പാരഗ്രാഫ് 4 പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് തിരിച്ച്, പോയിന്റ്സ് മീൻസ് സബ് ഹെഡ് അല്ല, പക്ഷേ ഒരു പാരഗ്രാഫ് ഒരു പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്കത് നീറ്റായിട്ട് അതിനെ ഒരു എസ്സേയുടെ സ്ട്രക്ചറിലോട്ട് നമ്മളത് വരൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ മാക്സിമം ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ഇട്ട് എസ്സേയിൽ എഴുതാതിരിക്കുക. കാര്യം നമ്മളെ റൈറ്റിംഗ് സ്കില്ല് തന്നെയാണ് അതിൻ്റെ അകത്ത് ഒരു ഘട്ടത്തിൽ അവർ നോക്കുന്നത്. സോ ബുള്ളറ്റ് പോയിന്റ് ഇട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് എല്ലാം എഴുതി വെച്ചാൽ ആ ബുള്ളറ്റ് പോയിന്റ്സ് മാത്രം നോക്കി അവിടെ ആരും നിങ്ങളുടെ റൈറ്റിംഗ് ആ ഒരു സ്കില്ലിലൂടെ കുറച്ച് മാർക്കുള്ളൊരു ഏരിയ ആണ്. അപ്പം ഡീപ്പായിട്ട് ഒരു മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനിയും ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് അപ്ലൈ ചെയ്തിട്ട് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഹെൽപ്പ് ആയിരിക്കും എൻട്രിയുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് യു ക്യാൻ ജോയിൻ May 27 ബാച്ചിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ദെൻ നമ്മൾ പാരഗ്രാഫ് താഴോട്ട് പോകുമ്പം ഇലക്ഷൻ്റെ സമയത്ത് മീഡിയ TRP ഇൻക്രീസ് ചെയ്യുന്ന ഒപ്പീനിയൻ പോൾസിനെ പറ്റി പറയുന്നുണ്ട്. പ്രീ പോൾ പോസ്റ്റ് പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാര്യം എക്സിറ്റ് പോളും പ്രീ പോൾ പോസ്റ്റ് പോളൊക്കെ ആക്ച്വലി അവർ നിങ്ങൾക്കറിയാം ഇപ്പം പലപ്പോഴും മീഡിയാസ് പൈസ വാങ്ങിച്ചുകൊണ്ട്, പല മീഡിയാസും പൈസ വാങ്ങിക്കൊണ്ട് പണം വാങ്ങിക്കൊണ്ട് അവരെന്ത് ചെയ്യാറുണ്ട്, അവർ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് പറയാറുണ്ട് ഈ മണ്ഡലത്തിൽ ഇയാൾ ജയിക്കും, ഈ മണ്ഡലത്തിൽ ഇയാൾ തോക്കും എന്നൊക്കെ. സോ ദാറ്റ് ഈ TRP വെച്ച് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, കാണുന്ന ആൾക്കാരുടെ മൈൻഡ് പ്രീ ഓക്കുപ്പൈഡ് ആണ്. അവർ ഇലക്ഷൻ എന്നിട്ടോ ഇതാണല്ലേ ഇവിടുത്തെ ട്രെൻഡ്, അതുകൊണ്ട് ഇങ്ങനെ വോട്ട് ചെയ്യാം എന്ന് പറയുന്നതും ചെയ്യുന്നതും ഉണ്ട്. സോ ഒരു ട്രെൻഡ് സെറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം പല PR ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ അടുത്ത് കേട്ടതാണ് നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടീസ് ഒപ്പോസിഷൻ പാർട്ടി ഒരു വലിയൊരു PR ടീമിനെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അഡ്വർടൈസ് ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഇപ്പം ചില ജയന്റ് ടീംസ് ഉണ്ട്, മീഡിയ ടീംസ് ഉണ്ട്. അവരാണ് തീരുമാനിക്കുന്നത് ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ളത്. സോ അത്തരത്തിലുള്ള ചില ഏജൻസീസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പോലും ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ്. സോ അതൊക്കെ എഴുതാം. പിന്നെ ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ എഴുതാം. അത്തരത്തിലുള്ള പോൾസ് വേണോ വേണ്ടയോ, റിസൾട്ടിനെ അത് മാനിപ്പുലേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ എഴുതാം. ഇതൊക്കെ പക്ഷെ നോക്കിയേ ദെൻ ഇതിൻ്റെ അകത്ത് പക്ഷേ ഈ ഒരു എസ്സേയിൽ വേറൊരു രീതിയിലാണ് പറയുന്നത്. പ്രീ പോളും ഒപ്പീനിയൻ പോളും ഒന്നും വേണ്ട, നെസസറി അല്ല, നമ്മുടെ ഇലക്ഷൻ അതൊന്നും നെസസറി അല്ല. അതൊന്നും ഇറ്റ് വിൽ ലെറ്റ് ടു ബി ചേഞ്ച് ദ റിസൾട്ട്. സെൻറ്റൻസിൽ കൺസ്ട്രക്ഷനിലൊക്കെ വലിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും റിസൾട്ടിനെ ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നു. ഉടനെ തന്നെ ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടോ, ഒപ്പീനിയൻ പോൾസ് ക്യാൻ മേക്ക് ദ ലിറ്റിൽ ചേഞ്ച് ഓഫ് ഹ്യൂമൻ മെൻറ്റാലിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഫോർ ദി ഇലക്ഷൻ. ഞാനിതാ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും കോൺട്രഡിക്റ്റ് ചെയ്യരുത്. ഇപ്പം കോൺട്രഡിക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ എവിഡൻ്റ്ലി പറയുന്നു എന്ന് മാത്രമല്ല അതിനർത്ഥം. ഇതുപോലെ നമ്മൾ പറഞ്ഞു പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്യും.
അത് ഒരുപാട് എസ്സേസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക്, അതായത് നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒപ്പീനിയൻ പോൾസ് ഒന്നും വേണ്ട, ഇലക്ഷൻ ഒപ്പീനിയൻ പോൾസ് ഒന്നും വേണ്ട. കാര്യം അതെന്ത് ചെയ്യും, റിസൾട്ടിനെ ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നു. തൊട്ട് താഴെ ഒപ്പീനിയൻ പോൾസിന് കുറച്ച് ചേഞ്ചേ വരുത്താൻ പറ്റത്തുള്ളൂ എലക്ഷൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെന്നും പറഞ്ഞിരിക്കുന്നു. സോ ദാറ്റ് വായിക്കുന്ന ആൾക്ക് തന്നെ മനസ്സിലാവും എന്തോ നമ്മുടെ കിളിപോയിട്ടാണ് നമ്മൾ ഈ എഴുതുന്നത് എന്നുള്ളത്. സോ നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എഴുതരുത്. ഇതിപ്പം ഈ എസ്സേ എഴുതിയ ആളല്ല, എല്ലാ എസ്സേസിലും നമ്മളിങ്ങനെ ഇടയ്ക്ക് വെച്ച് മെൻ്റർപ്രൈസ് വെറുതെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കൊടുത്തു കഴിഞ്ഞ് മേടിച്ച് വായിക്കാറുണ്ട്. അപ്പോൾ പലരും ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്, ഇങ്ങനെ തന്നെയാണ്. ബിക്കോസ് പോകുന്ന വഴിയിൽ നമ്മളിങ്ങനെ കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ കോൺട്രഡിക്റ്റ് ചെയ്യും. സോ അങ്ങനെ കോൺട്രഡിക്റ്റ് ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് പോയിന്റ്സ് ജോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം അതിനെ കാറ്റഗറൈസ് ചെയ്തൊരു പാരഗ്രാഫിലോട്ട് മാറ്റുക എന്നുള്ളത്. സോ ദാറ്റ് നമ്മളെ പോയിന്റ്സ് എഴുതാനുള്ളൊരു തിരക്കിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് എങ്ങോട്ട് എഴുതി വെച്ചിട്ട് അതിനെ മാത്രം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അതിനെപ്പറ്റി എന്തെങ്കിലും എഴുതണം എന്നുള്ളത് ഫോർ ദി സേക്ക് ഓഫ് എഴുതണം എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കത്തില്ല. നമ്മൾ കുറച്ചുകൂടെ നീറ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതിപ്പോയി. എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്തോണം നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ വൈ വി നീഡ് നോട്ട എന്തിനാണ്, പിന്നെ കാൻഡിഡേറ്റിനെ നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റും, ബട്ട് ദർ ഈസ് നത്തിങ് ടു ഹാപ്പൻ, കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും ആ ഒരു വേ ഓഫ് എഴുതുന്നതിലൊന്ന് റിഫൈൻ ചെയ്യാനുണ്ട്, എഴുത്തിൻ്റെ വഴിയിൽ ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടാനുണ്ട്. ലൈൻ പോർഷൻ നോട്ടയ്ക്ക് കിട്ടിയാലും സെക്കൻഡ് പൊസിഷനുള്ള കാൻഡിഡേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം മേ ബി ഈ ഒരു ലൈനെ നമുക്കിതിന് തൊട്ട് മുമ്പിൽ, അതായത് ഇതിനൊന്ന് റീപ്ലേസ് ചെയ്തൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഒരു ഗുഡ് പാരഗ്രാഫിലോട്ട് മാറും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാരഗ്രാഫിൽ ആ ഫ്ലോ ഓഫ് ഐഡിയാസ് നമ്മൾ പറയുമ്പം ഇതിൻ്റെ അകത്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മൾ ആ പ്രോപ്പറായിട്ടുള്ള ആ ഒരു മീനിങ്ങിലോട്ട് വരാൻ വേണ്ടിയാണ് എഴുതുന്നത്. സോ ഇവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇത് തന്നെ ഈ സെൻറ്റൻസിനെ എടുത്ത് തന്നെ ഒന്നുകൂടെ ഈ എസ്സേ എഴുതിയ ആൾ ഒന്നുകൂടെ ഒന്ന് ഫ്രെയിം ചെയ്യുമ്പോൾ മനസ്സിലാവും, അത് കുറച്ചുകൂടെ ഒന്ന് നീറ്റായിട്ടുള്ളൊരു ഒരു പാസേജിലോട്ട് മാറ്റും. പിന്നെ ഇന്ത്യൻ ഡെമോക്രാറ്റിക് കൺട്രിയെ പറ്റി പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് പവറും റെപ്യൂട്ടേഷനും ഒക്കെ പിന്നെ ഇതുപോലെ തന്നെ വൺ നേഷൻ വൺ ഇലക്ഷനെ പറ്റി നിങ്ങൾക്ക് എഴുതാം. അത് വരേണ്ടതാണോ വേണ്ടാത്തയാണോ എന്നുള്ളത്. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യയിൽ ഇപ്പം നമ്മൾ രാജ്യസഭയിലോട്ടും ലോക്സഭയിലോട്ടും 2 ഇലക്ഷൻസ് ആണ് നടത്തുന്നത്. ഇതിന് പകരം രാജ്യസഭയിലോട്ടും ലോക്സഭയിലോട്ടും ഒരേപോലെ, അതായത് ഒരേ സമയം തന്നെ നമുക്ക് ഇലക്ഷൻ നടത്തുന്നതിനെ പറ്റിയൊക്കെ ഉള്ള ചർച്ച നടക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന പ്രശ്നം ലോക്കൽ പാർട്ടീസ് എന്ത് ചെയ്യും, ലോക്കൽ പാർട്ടീസ് പൂർണ്ണമായിട്ടും നശിച്ചു പോകും എന്നുള്ളതാണ്. ലോക്കൽ വോയിസസ് പൂർണ്ണമായിട്ടും നശിച്ചു പോകും എന്നുള്ളത് ഏറ്റവും വലിയൊരു ഡിഫക്റ്റാണ്. അതുപോലെ തന്നെ മറ്റൊരു ഡിഫക്റ്റാണ്, ഇപ്പം ഒരു വൺ നേഷൻ വൺ ഇലക്ഷൻ വന്നാൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ടെന്യൂർ പൂർത്തിയാവുന്നതിന് മുൻപേ നമുക്ക് അവരെ പിരിച്ചുവിടേണ്ടി വരും. കാര്യം രണ്ടും 2 ടൈമിങ്ങിലാണല്ലോ ഇലക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്നിപ്പിക്കുമ്പോഴത്തേക്കിന് ഏതെങ്കിലും ഒന്നിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പേ നമുക്ക് പിരിച്ചുവിടേണ്ടി വരും, വിച്ച് ഈസ് വെരി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഒട്ടും അത്ര ഭരണഘടനാ വിരുദ്ധമായൊരു കാര്യമാണ് ജനങ്ങളാൽ സെലക്ട് ചെയ്തൊരു സഭയെ നമ്മൾ പിരിച്ചുവിടുക എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇന്ത്യൻ ഡെമോക്രസി ഒരുപാട് പൈസ, ഒരുപാട് പണം, ഒരുപാട് മണി ഇൻവെസ്റ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഇന്ത്യൻ ജനാധിപത്യം നടത്തുന്നത്. സോ ഈ ജനാധിപത്യ ഇലക്ട്രൽ പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഒരുപാട് ടൈമും സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എനർജിയും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് സേവ് ചെയ്യാം എന്നുള്ളതാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ്റെ ഏറ്റവും വലിയൊരു മേന്മ. പക്ഷെ ഓർക്കുക, നമുക്ക് അതിനു വേണ്ടിയുള്ള എമൗണ്ട് ഉണ്ട്. നമ്മൾ അത്ര ദരിദ്ര രാഷ്ട്രമൊന്നും അല്ല, നമുക്ക് അത്രയും സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബിക്കോസ് അതിലൂടെ നമ്മുടെ ഏറ്റവും വലിയ സത്വത്തെ, ഏറ്റവും വലിയ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ അത്രയും വലിയൊരു കാര്യമാണ്. അതിനുവേണ്ടി അപ്പം നിങ്ങളുടെ വ്യൂ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് എഴുതാം. പക്ഷേ ഇത്തരത്തിലുള്ള പോയിന്റ്സ് കൂടെ ആഡ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പാസേജ് കൂടെ ആഡ് ചെയ്യാം നിങ്ങൾക്ക്. ദെൻ കുഞ്ഞു പോയിന്റ്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. 80 വയസ്സ് കഴിഞ്ഞവരുടെ വോട്ടിങ്ങിനെ പറ്റി, തപാൽ വോട്ടിങ്, പോസ്റ്റൽ വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ ദെൻ നോക്കി ഇതിൻ്റെ അകത്ത് പോയിന്റ്സ് മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു എസ്സേയുടെ ഒരു മേന്മയായിട്ട് ഞാൻ കാണുന്നത്. There are so many leaders who have faced many of the criminal cases. Again sentencial issues ഉണ്ട്, കറപ്ഷനും സെക്ഷൽ അബ്യൂസും. പോസ്റ്റ് റിട്ടയർമെൻറ്റ് ദേ ഗെറ്റ് എ ഹൈ പോസ്റ്റ്. ഇതിൻ്റെ അകത്ത് പ്രശ്നം, ഇവിടെ ആർക്കാണ് ഇവിടെ ഹൈ പോസ്റ്റ് കിട്ടുന്നത്? പൊളിറ്റീഷ്യൻസിനാണോ? അല്ല, അവരെ കുറ്റവിമുക്തരാക്കുന്ന ജഡ്ജിമാർക്കാണ് പിന്നീട് ഹൈ പോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റിയുടെ കുറവ് ഈ എസ്സേയിലുണ്ട്.
സോ നിങ്ങൾ മാക്സിമം പോയിന്റ്സ് ആഡ് ചെയ്താലും അത് ക്ലിയർ ആയിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കണം. ദെൻ ഒരു റിട്ടയർമെൻറ്റ് ഏജ് ഫിക്സ് ചെയ്യണം, ബൈ ദി പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ല. ദെൻ അവിടെയും മിസ്റ്റേക്ക് ഉണ്ട്. ഡെമോക്രസി ഐഡിയൽ വൺ ആണ് എന്ന് പറയുന്നുണ്ട്, എലക്ഷൻ ബാക്ക് ബോൺ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഗുഡാണ്. മെത്തേഡ്സ് ഓഫ് എലക്ഷൻ, ഇവിടെയും ലാംഗ്വേജ് ഇഷ്യൂ വരുന്നുണ്ട്. റിഫോംസ് എപ്പോഴും എലക്ഷനെ ബെറ്റർ ആക്കും, ഒരു നല്ല ഭാവി നമ്മുടെ നേഷനിൽ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. സോ കുറേ എസ്സേസ് ഞാനിങ്ങനെ ഒന്നിച്ച് പറയാൻ എടുത്തു വെച്ചിരുന്നതാണ്, പക്ഷേ നമുക്ക് ടൈം ലിമിറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. സോ നോക്കി, ഈ ഒരു എസ്സേ ഓവറോൾ നോക്കുമ്പോൾ ഇതിൽ കുറേ പോയിന്റ്സ് പറയുന്നുണ്ട്. നമുക്ക് ആ പോയിന്റ്സ് മാത്രമായിട്ടൊന്ന് പിക്ക് ചെയ്യാം. നിങ്ങളുടെ ഫൈനൽ എസ്സേയുടെ മാർക്ക് വരുന്നത് അങ്ങനെ ആയിരിക്കും. കംപ്ലീറ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഈ എസ്സേയുടെ ഒരു ജനറൽ സ്വഭാവം വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഒന്ന് ക്ലാരിറ്റിയുടെ ഇഷ്യൂസ്, പിന്നെ ആ ഒരു എഴുതി വരുമ്പോൾ ഉള്ളൊരു ഫ്ലോയുടെ പ്രശ്നമുണ്ട്. ദെൻ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കോൺട്രഡിക്റ്റ് ചെയ്യാതിരിക്കുക, അത് എപ്പോഴും നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് വരുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞൊരു കാര്യത്തെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടൂടെ കോൺട്രഡിക്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് പിക്ക് ചെയ്യും. സോ ഇവിടെ നോക്കിയേ, ഇവിടെ ഗുഡ് എലക്ഷൻസ് നല്ല കൺട്രിയെ മേക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഹെഡിങ് വലിയ പ്രശ്നമില്ലാതെ കൊടുത്തിട്ടുണ്ട്. ദെൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. മണിയെ പറ്റിയും മസിൽ പവറിനെ പറ്റിയും പവർ പൊളിറ്റിക്സിനെ പറ്റിയും ഒക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ദെൻ ക്രിമിനൽ റെക്കോർഡ്സിലുള്ളവരെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തരുതെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വെരി ഗുഡ്. കമ്മിറ്റീസിനെ പറ്റിയൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പം യു വിൽ ഗെറ്റ് ആൻ എക്സ്ട്രാ മാർക്സ്. നമ്മൾ ടോപ്പിക്സ് എടുത്ത് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കമ്മിറ്റീസിനെ പറ്റിയൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പം കമ്മിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. ദെൻ പിന്നീട് ഒരു പ്രീ പോൾ ഒപ്പീനിയൻ പോൾ എന്നെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ എസ്സേയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്. പിന്നെ നോട്ടയെ പറ്റി പറയുന്നുണ്ട്. ദെൻ പോസ്റ്റ് റിട്ടയർമെൻറ്റ് പവർ ആൻഡ് റെപ്യൂട്ടേഷനെ പറ്റി പറയുന്നുണ്ട്. ദെൻ റിട്ടയർമെൻറ്റ് ഏജ് ഫിക്സ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദെൻ ഡെമോക്രസിയുടെ ബാക്ക് ബോൺ ആണ്, അതുകൊണ്ട് തന്നെ റിഫോർമേഷൻസ് വേണം എന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് എണ്ണി നോക്കുമ്പം 1, 2, 3 പോയിന്റ്, 4, 5 പോയിന്റ്, 6, 7 പോയിന്റ്, 8 പോയിന്റ്, 9 പോയിന്റോളം വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് ലാംഗ്വേജ് നന്നായിട്ട് അറിയത്തില്ല എങ്കിൽ നിങ്ങൾ മാക്സിമം പോയിന്റ്സ് വെക്കുക. അപ്പം ഒരു 8 പോയിന്റ് 9 പോയിന്റ് പറയുന്ന ഒരു എസ്സേക്ക് എത്ര ആയാലും നമ്മളൊരു ഐഡിയൽ മാർക്ക് കൊടുക്കും. ഇപ്പോൾ അതിൻ്റെ ലാംഗ്വേജിൽ ഒരുപാട് പ്രശ്നമുണ്ട്, സ്റ്റൈലിൽ ഒരുപാട് പ്രശ്നമുണ്ടെങ്കിൽ പോലും ആ നമ്പർ ഓഫ് പോയിന്റ്സ് ഒരുപാട് കൂടും തോറും നിങ്ങളുടെ മാർക്ക് ഒരുപാട് കുറയത്തില്ല. വാട്ടെവർ ബാക്കി അയാൾ വായിക്കുന്ന ആൾക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ മാർക്ക് ഒരുപാട് കുറയ്ക്കത്തില്ല. അപ്പോൾ ഒരു 10 തൊട്ട് 15 വരെ പോയിന്റ്സ് ഐഡിയലി ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ ലാംഗ്വേജ് എത്ര ഫ്ലുവൻ്റ് അല്ലാത്തവരോടാണ് ഈ പറയുന്നത് കേട്ടോ, 10 തൊട്ട് 15 വരെ പോയിന്റ്സ് നിങ്ങളുടെ അകത്തുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു നിയർലി ഒരു വളരെ വലിയ വിഷയമില്ലാത്തൊരു മാർക്കിലോട്ട് നിങ്ങൾ പോകും. ഒരു 9 മാർക്ക്, പിന്നെ സ്റ്റൈലൂടൊക്കെ നോക്കിയിട്ട് 10 മാർക്കിലോട്ടൊക്കെ നിങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. 8 to 9 മാർക്കിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ എസ്സേ എഴുതിയ ആളോടാണ് എനിക്കിനി പേഴ്സണലി പറയാനുള്ളത്. ആക്ച്വലി കുറേ പോയിന്റ്സ് ഉണ്ട്. റൈറ്റിംഗ് സ്റ്റൈൽ ഒന്ന് ശ്രദ്ധിക്കണം, ഗ്രാമർ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഗ്രാമർ ഒറ്റയടിക്ക് ശരിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈല് ശ്രദ്ധിക്കണം. പിന്നെ പ്രീ പ്ലാൻ യുവർ എസ്സേ. കാര്യം താങ്കളുടെ ഈ എസ്സേയിൽ കുറേ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ എസ്സേ എന്ത് ചെയ്യുക, പ്രീ പ്ലാൻ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കിയിട്ട് നിങ്ങളുടെ തന്നെ മെൻറ്ററിനെ അയക്കുക. ഞാൻ ഈ എസ്സേ റീഫ്രെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് ഒന്നുകൂടെ നോക്കിയിട്ട് നമ്മൾ തന്നെ അതിനൊരു വോയിസ് മെസ്സേജ് തിരിച്ചയച്ചേക്കാം. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എഴുതി തെളിയട്ടെ. 30 മാർക്ക് എസ്സേക്കാണ്. ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും വേണം. നമ്മൾ കുറേ ടോപ്പിക്സിൽ ചെയ്യുന്നുണ്ട്. കുറേ 1, 2, 3 എസ്സേസ് കൂടെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത്തവണത്തെ എക്സാം പാസ്സാവാൻ പറ്റട്ടെ. നന്നായിട്ടത് എഴുതിയെടുത്ത് ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഒന്ന് ടാക്കിൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ദെൻ ഇനിയും കോഴ്സിന് ജോയിൻ ചെയ്യാത്തവരോടാണ്, നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ May 27 രഞ്ജിത്ത് സാർ നയിക്കുന്ന ഒരു ബാച്ച് കൂടി നമുക്ക് ഓപ്പൺ ആവുന്നുണ്ട്. നിങ്ങൾക്ക് എൻറോൾ ചെയ്ത് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.